നമസ്കാരം. ട്രാവൽ വിത്ത് അഞ്ജലി റോക്ക്. ഭൂരിഭാഗം ആളുകൾക്കും പരിചിതമല്ലാത്ത, സോഷ്യൽ മീഡിയയിൽ അധികം കാണാത്ത പന്നിയും കാട്ടാളൻ തെയ്യം കാണാനാണ് ഞാൻ ഫെബ്രുവരിയിൽ ഇവിടേക്ക് വന്നത്. കണ്ണൂരിലെ ഏഴോമിലെ കോട്ടയ്ക്കൽ ശ്രീ പൂക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ പന്നിയും കാട്ടാളൻ തെയ്യം കാണാൻ വന്നത്. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യാണ് കേട്ടോ ഈ പന്നിയും കാട്ടാളൻ എന്ന് പറയുന്നത്. രണ്ടും രണ്ട് തെയ്യങ്ങളാണ്, പന്നിയും കാട്ടാളനും. എങ്കിലും രണ്ട് കോലധാരികളും ഒരുമിച്ചാണ് ഇറങ്ങുന്നത്. ഇവിടുത്തെ ഓരോ തെയ്യത്തിനും ഓരോ നമസ്കാര കല്ല് അഥവാ പീഠ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കോലധാരികളും ഇവരുടെ ആ പീഠത്തില് വണങ്ങിയിട്ടാണ് ഈ തെയ്യം ആരംഭിക്കുന്നത്. ഇതേ ക്ഷേത്രത്തിൽ തന്നെ ഗുളികൻ, പൊട്ടൻ തെയ്യം, മരുതിയോടൻ, മന്ത്രമൂർത്തി, പൂക്കുളങ്ങര ഭഗവതി, അങ്ങനെ 10-12 തെയ്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം അതിന്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ കൃഷിയും വിളവും നശിപ്പിക്കുന്ന പന്നിയും അതിനെ പിടിക്കാൻ വരുന്ന കാട്ടാളനുമാണ് ഈ തെയ്യത്തിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. കണ്ണൂരിൽ കെട്ടിയാടുന്ന തെയ്യങ്ങളിൽ വളരെ വ്യത്യസ്തവും അപൂർവമായ അനുഷ്ഠാനങ്ങളുള്ള തെയ്യാണ് നമ്മൾ ഈ കാണുന്ന പന്നിയും കാട്ടാളനും. മറ്റ് തെയ്യങ്ങളെ പോലെ അധികം വേഷഭൂഷാദികളോ അലങ്കാരങ്ങളോ മുടിയോ ഒന്നും ഈ രണ്ട് തെയ്യത്തിന് നമുക്ക് കാണാൻ സാധിക്കില്ല. ചെറിയൊരു മുഖമെഴുത്തും വേഷവിധാനവും മാത്രമേ ഉള്ളൂ. മാവിലയും അമ്പും വില്ലും ഏന്തിയ കാട്ടാളനും ചുവപ്പെടുത്ത് മലയോലയും അണിഞ്ഞ പന്നിയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. പന്നിയെ അമ്പെയ്ത് വീഴ്ത്തുന്നവരെയാണ് ഈ തെയ്യം നീണ്ടു നിൽക്കുന്നത്. മറ്റു തെയ്യങ്ങളെ പോലെ രൗദ്രഭാവമോ ഉത്കണ്ഠഭരിതമായ മുഹൂർത്തങ്ങളോ ഒന്നും അല്ല ഈ തെയ്യം നമുക്ക് നൽകുന്നത്. വളരെ ഹാസ്യാത്മകമായ രീതിയിലുള്ള ആവിഷ്കരണമാണ് കേട്ടോ ഈ തെയ്യത്തിനുള്ളത്. കാണികളെ മൊത്തം രസിപ്പിക്കുന്ന രീതിയിലുള്ള കളിയാട്ടമാണ് പന്നിയും കാട്ടാളനും തെയ്യം എന്ന് പറയുന്നത്. ആളുകളുടെ ഇടയിൽ കൂടി അപ്രതീക്ഷിതമായി ഓടിക്കേറുകയും മരത്തിൽ ചാടിക്കേറുക, ഒളിച്ചിരിക്കുക, അങ്ങനെയുള്ള കുസൃതികളൊക്കെ ഒപ്പിക്കുക, കാണികളോട് പന്നി എവിടെ എന്നൊക്കെ ചോദിക്കുന്ന കാട്ടാളനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പൊ പന്നിയെ അമ്പെയ്ത് വീഴ്ത്തുന്നവരെയാണ് ഈ തെയ്യം നീണ്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അതിനിടയിൽ കാട്ടാളനെയും ആളുകളെയും പന്നി ഉപദ്രവിക്കാനൊക്കെ നോക്കും. വളരെയധികം തെയ്യങ്ങൾ കെട്ടിയാടുന്ന ഇവിടെ ഫെബ്രുവരി മാസത്തിൽ ഏതാണ്ട് ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് തെയ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏഴോമിലെ ഈ കാവില് പന്നി ഉപദ്രവിക്കാൻ വരുന്നത്, പന്നി ഇതിനിടയിൽ കാട്ടാളനെ ഉപദ്രവിക്കാൻ നോക്കും, ആളുകളുടെ ഇടയിൽ കൂടെ വന്ന് ആളുകളെ ഉപദ്രവിക്കാനൊക്കെ നോക്കും. പന്നി വരുന്നതും വിളവ് നശിപ്പിക്കുന്നതും കാണിക്കാനായിട്ട് പീഠത്തില്, ഇവരുടെ പീഠം ഉണ്ടല്ലോ, ആ പീഠത്തിൽ ഈ തെയ്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ കപ്പ അഥവാ കൊള്ളി വെച്ചിട്ടുണ്ടാവും. തെയ്യത്തിനിടയിൽ പന്നി ഇത് കഴിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും കമൻറ്റും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അവസാനം ഇതാ പന്നിയെ കാട്ടാളൻ വേട്ടയാടിയിരിക്കുന്നു. പന്നി ക്ഷേത്രത്തിന്റെ അവിടെ വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവസാനം എല്ലാവരോടും തന്റെ വിജയം പറഞ്ഞ് കാട്ടാളൻ പാട്ടുപാടി ഒരു ആഹ്ലാദ പ്രകടനം നടത്താൻ പോവുകയാണ്. അതോടുകൂടിയാണ് ഈ തെയ്യം അവസാനിക്കുന്നത്. ഇവിടുത്തെ മറ്റ് തെയ്യങ്ങളുടെയും ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ശുഭദിനം.